അയ്യപ്പൻകോവിൽ ക്ഷേത്രം ഭരണസമിതിക്കെതിരെ വ്യാജ പരാതി തയ്യാറാക്കിയതായി കണ്ടെത്തൽ. അയ്യപ്പൻകോവിൽ കൂനമ്പാറയിൽ മാത്യു ജോസഫിന്റെ പേരിലാണ് എസ്.പിക്ക് പരാതി അയച്ചത്. എന്നാൽ പരാതി ലഭിക്കേണ്ട എസ്.പിയുടെ അഡ്രസ് എഴുതേണ്ട സ്ഥലത്ത് അയക്കുന്നയാളിന്റെ അഡ്രസ് എഴുതിയതിനാൽ പരാതി മാത്യു ജോസഫിന് തന്നെ ലഭിച്ചു. ഇതോടെ മാത്യു ഉപ്പുതറ പോലീസിൽ പരാതി നൽകി. അയ്യപ്പൻകോവിൽ ക്ഷേത്ര നിർമ്മാണം ആരംഭിച്ചതു മുതൽ പരാതി പ്രളയമാണ്. ഇതിനെയെല്ലാം അതിജീവിച്ചാണ് ക്ഷേത്ര നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇപ്പോൾ ശിവരാത്രി ഉത്സവത്തിനെതിരെയാണ് വ്യാജ പരാതി ഉയർന്നിരിക്കുന്നത്. ഇതര മതസ്ഥരുടെ പേരിൽ പരാതി അയച്ച് വർഗീയ സംഘർഷം ഉണ്ടാക്കുകയാണ് ഇവരുടെ ലക്ഷ്യമെന്ന് വ്യാജ പരാതിയിൽ പറയുന്ന മാത്യു ജോസഫ് പറയുന്നു. ഈ പരാതിയുമായി തനിക്ക് യാതൊരുവിധ ബന്ധവുമില്ല. തന്നെ സമൂഹത്തിൽ മോശക്കാരനാക്കുകയാണ് ഇതിനു പിന്നിൽ ലക്ഷ്യം. ഭാഗ്യം തുണിച്ചതുകൊണ്ടാണ് തന്റെ കയ്യിൽ തന്നെ പരാതി തിരികെ ലഭിച്ചത്. കവറിലെ അഡ്രസ് എഴുതിയ കൈവശം സുപരിചിതമാണെന്നും അതിന് ആളെ കണ്ടെത്താൻ വിഷമമില്ല എന്നും വിഷയത്തിൽ ഉപ്പുതറ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും മാത്യു ജോസഫ് പറയുന്നു. ഈ പരാതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് യാതൊരു മനസ്സറിവുമില്ല. ഈ പരാതി എന്ന് പറഞ്ഞാൽ അയ്യപ്പൻകോവിലെ പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രവുമായി ബന്ധപ്പെട്ടാണ്. ക്ഷേത്രം ഭരണസമിതിക്കെതിരെ ഉള്ള ഒരു പരാതിയാണ്. അവിടെ നടത്തുന്ന അനധികൃതമായി പല പരിപാടികളും നടത്തുന്നു എന്നാണ് അതിൽ ആരോപിച്ചിരിക്കുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും വാസ്തവമുള്ളതോ എനിക്കിതുമായി യാതൊരു ബന്ധവുമുള്ളതല്ല. ഭരണസമിതിയായിട്ടും ഭരണസമിതി പ്രസിഡന്റുമായിട്ടും വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. അന്യമതത്തിൽപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ എൻ്റെ പേരിൽ പരാതി ആയി കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഗൗരവം വളരെ വലുതായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. ഇത് വളരെ ആസൂത്രിതമായിട്ട് കാലങ്ങളായിട്ട് തന്നെ എനിക്കെതിരെ നടത്തുന്ന ഒരു ദുഷ്പ്രചരണമാണ്. ക്ഷേത്രം ഭരണസമിതിക്കെതിരെയും ഭരണസമിതി അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പൂർണ്ണ സംതൃപ്തനാണ് ഞാൻ. അവിടെ നടത്തുന്ന എല്ലാ കാര്യങ്ങളിലും എല്ലാവിധ പിന്തുണയും വാക്കാലും പ്രവർത്തിയാലും എൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നതുമാണ്. ഇത് മറ്റാരോ എന്നെ മനഃപൂർവ്വം ഇത് മതപരമായിട്ടും വ്യക്തിപരമായിട്ടും നമ്മളെ തേജോവധം ചെയ്യുന്നതിന് വേണ്ടിയും മതസ്പർദ്ധ ഉണ്ടാക്കുന്നതിന് വേണ്ടിയും മാത്രമാണ് ഇങ്ങനെയൊരു കത്തയച്ചിരിക്കുന്നത്. പുരാതന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ ജാതിമത വ്യത്യാസമില്ലാതെ ആളുകൾ എത്തുന്നുണ്ട്. ക്ഷേത്രത്തിന്റെ അഭിവൃദ്ധിക്കായിട്ട് മറ്റു മതസ്ഥരും ശ്രമം നടത്തുമ്പോഴാണ് ചിലർ ഇതിനെയെല്ലാം തകർക്കാൻ ശ്രമിക്കുന്നത്. അയ്യപ്പൻകോവിൽ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ അതിപുരാതനമായ ക്ഷേത്രമാണ്. അവിടെ ശിവരാത്രി ആഘോഷം വളരെ ഗംഭീരമായി നടത്തപ്പെടുന്നു. കേരളത്തിലെ തന്നെ എണ്ണമറ്റ 5 ക്ഷേത്രങ്ങളൊന്നാണ് അയ്യപ്പൻകോവിൽ ക്ഷേത്രം. അപ്പം അവിടെ നടക്കുന്ന കാര്യങ്ങൾ തല്ലി തീർക്കാൻ വേണ്ടി ചില കുബുദ്ധികൾ നടത്തിയ ശ്രമത്തിൻ്റെ ഫലമാണിത്. പക്ഷെ അതിന് മറ്റൊരു സമുദായത്തിൽപ്പെട്ട ആളുടെ പേരിൽ ഇങ്ങനെ വ്യാജപരാതി അയക്കുകയും ഇത് ദൈവം സത്യം പഠിച്ചിട്ട് കൊണ്ടുവന്നില്ലെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന ഒരു വർഗീയ സ്പർദ്ധയും അതുപോലെ വർഗീയ സംഘർഷമൊക്കെ അത്ര നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത്തരം നടപടി ഇനി ആവർത്തിക്കാൻ പറ്റില്ല. ഇത്ര ആൾക്കാരെ കണ്ടെത്തി വിളിച്ചു തോന്നുന്നതാണ് എനിക്ക് പറയാനുള്ളത്. മാത്യു ജോസഫിന്റെ പേരിൽ വ്യാജപരാതി അയച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട മാത്യു ജോസഫ് പോലീസിൽ പരാതി നൽകി. തുടർന്ന് കോടതിയിലും നിയമ നടപടികൾ നടത്തുമെന്ന് മാത്യു ജോസഫ്, അഡ്വക്കേറ്റ് അരുൺ പൊടിപാറ എന്നിവർ പറഞ്ഞു.